അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഫുള്ളായിട്ട് അയൺ ചെയ്യില്ല. ഹായ് ഫ്രണ്ട്സ്, സിമ്പിൾ മേക്ക് ഓവറിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദമായ സ്വാഗതം. ഒട്ടും ഹെവി അല്ലാതെ മുടി വടി പോലെ നിൽക്കാതെ എങ്ങനെ ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യാം എന്നതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇന്നത്തെ സിമ്പിൾ മേക്ക് ഓവറിനായി തയ്യാറായി വന്നിരിക്കുന്നത് മിസ്റ്റർ ഷിനാദ് സാറാണ്. നമസ്കാരം, ഞാൻ ഷിനാദ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ അബ്ദുൽ കലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് കൊമേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഏകദേശം ഒരു 8 വർഷത്തോളമായി അധ്യാപന മേഖലയിലാണ് ഞാൻ സേവനമനുഷ്ഠിക്കുന്നത്. കുട്ടികൾക്കും മറ്റും മാതൃകയാവേണ്ടവരാണ് അധ്യാപകർ. സുവിലിൻ്റെ പുതിയൊരു സിമ്പിൾ മേക്ക് ഓവറിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലൊരു 1 സൈഡ് ഹെയർ സ്റ്റൈലും ഒരു ഹാഫ് സ്ട്രൈറ്റനിങ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൺ സൈഡ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഷാമ്പു വാഷിങ് കൊടുക്കാം. ഹെയർ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. മിക്കവരും പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഷോപ്പിൽ വന്ന് കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും, വീട്ടിൽ ചെന്ന് കുളി കഴിഞ്ഞാൽ വേറൊരു അവസ്ഥയിലാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നല്ലൊരു ഷാമ്പു വാഷിങ് കൊടുത്തു കഴിഞ്ഞാൽ അത് വീട്ടിൽ ചെന്നാലും അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഷാമ്പു വാഷ് ചെയ്യാം. ഹെയർ സ്റ്റൈലിംഗ് ഏകദേശം കഴിഞ്ഞു. ഞാനിതിപ്പോൾ സെറ്റ് ചെയ്തിട്ടില്ല. സെറ്റ് ചെയ്യാത്ത ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം നമ്മൾക്കിനി സ്ട്രൈറ്റനിങ് ചെയ്യണം. സ്ട്രൈറ്റനിങ് ചെയ്യുന്നത് ഏകദേശം ഒരു ഹാഫ് പോർഷൻ വരെയാണ് നമ്മൾ സ്ട്രൈറ്റനിങ് ചെയ്യാൻ പോകുന്നത്. ഹാഫ് പോർഷൻ വരെ നമ്മൾ സ്ട്രൈറ്റനിങ് ചെയ്താലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ എൻഡ് ഒറിജിനലായിരിക്കും. അപ്പോൾ നമ്മൾ ഫുൾ സ്ട്രൈറ്റനിങ് വരുമ്പോൾ ഫുള്ള് ഇങ്ങനെ മുടി വീണെടുക്കും, ഒരു നിലയ്ക്കും അത് മുകളിലേക്ക് ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഭാഗം സ്ട്രൈറ്റനിങ് ചെയ്തിട്ട് ഇതിൻ്റെ എൻഡ് ഒറിജിനൽ വിടും. അപ്പോൾ മുടി സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഹെയർ ആയിരിക്കും, പക്ഷെ എന്നാലും ഈ ബെൻഡുകളൊക്കെ പോയി നല്ല അടിപൊളിയായിട്ടിരിക്കും. നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. നമുക്ക് ആദ്യം തന്നെ സ്ട്രൈറ്റനിങ്ങിലേക്ക് പോകാം. സ്ട്രൈറ്റനിങ് ചെയ്യാനായിട്ട് ഒരുപാട് കമ്പനികൾ നമ്മുടെ നിലവിലുണ്ട്. അപ്പോൾ സ്ട്രൈറ്റനിങ് ക്രീമിൻ്റെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ലോറിയലിൻ്റെ സ്മൂത്തനിങ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. ക്രീം അപ്ലൈ ചെയ്യണത് പല വിധത്തിൽ അപ്ലൈ ചെയ്യാം. ഇപ്പം നമുക്ക് ഈ ബ്രഷ് കൊണ്ട് തന്നെ ഇങ്ങനെ നേരിട്ട് അടിക്കാം. പക്ഷെ അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈറ്റനിങ് കഴിഞ്ഞപ്പോൾ തന്നെ മുടി ഭയങ്കരമായിട്ട് പതിഞ്ഞെടുക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത്, നമ്മൾ ഈ കോമ്പിൽ തന്നെ ഈ ക്രീം ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യണത്. അപ്പോൾ മുടി പതിഞ്ഞെടുക്കില്ല. അല്ലെങ്കിൽ ഏകദേശം ഒരു 2-3 ദിവസമൊക്കെ എടുക്കും ഒരു നോർമൽ ലെവലിലേക്ക് വരാനായിട്ട്. അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഫുള്ളായിട്ട് അയൺ ചെയ്യില്ല. മുടിയുടെ എൻഡ് ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ അയൺ ചെയ്യണത്. അങ്ങനെ ചെയ്താലാണ് നമ്മൾ പറഞ്ഞ പോലുള്ള ഒരു ഹെയർ സ്റ്റൈല് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ അയൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹീറ്റ് വരുന്നത് 2 ടണ്ണിലാണ്. 2 ടണ്ണിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് പരമാവധി ഹീറ്റിൽ നമ്മൾ ചെയ്യരുത്. 2 ടണ്ണിൽ ഹീറ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അയൺ ചെയ്യാം. ഈ മുടി പകുതി ഭാഗം അയൺ ചെയ്ത് നിർത്തിക്കണം. ഇപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ അയൺ ചെയ്തതിനെ നമ്മൾ നിർവീര്യമാക്കണം. നിർവീര്യമാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ് ന്യൂട്രലൈസർ. അപ്പോൾ നമുക്ക് ന്യൂട്രലൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ന്യൂട്രലൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയണം. ഈ സിമ്പിൾ മേക്ക് ഓവർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. സിമ്പിൾ മേക്ക് ഓവറിൻ്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.